ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ DRDOയുടെ ചെയർമാൻ സമീർ ഖമ്മത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസിന് കിട്ടിയ ഒരു മൈലേജ് അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മോസിൻ്റെ സൂപ്പർസോണിക് മിസൈൽ സിസ്റ്റം, ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഒരു ഒഫൻസീവ് സ്ട്രൈക്കിന് പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇനി വളരെ പ്രൈമറി ആയിട്ടുള്ള ആക്രമണങ്ങൾക്കൊക്കെ ഈ ബ്രഹ്മോസ് സൂപ്പർസോണിക് ഇന്ത്യ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള പെർമിഷനും ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി ഇന്ത്യൻ ആർമിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ IAFന്റെ ചീഫ് AP സിംഗ് പുള്ളി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിൽ പൊളിറ്റിക്കൽ വിൽ ഉണ്ടായിരുന്നു, ഇല്ലാന്നില്ല. പക്ഷേ പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ഇല്ലായിരുന്നു, അത് പൊളിറ്റിക്കൽ ഇടപെടലില്ലായിരുന്നു. അതായത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് മൂന്നും തന്നെ ഒരു രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇന്റർവെൻഷനും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഒന്നും അവരുടെ മേൽ അപ്ലൈ ചെയ്യാതെ വളരെ ഫ്രീ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഇന്ത്യക്ക് നടത്താൻ സഹായിച്ചത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലാണ് ഇത് പറഞ്ഞത്. അതുപോലെ IAFന്റെ ചീഫ് AP സിംഗ് പറഞ്ഞു വെച്ചത്, അതായത് ഇന്ത്യയുടെ ഈ ഒരു ടൈമിലുള്ള വെളിപ്പെടുത്തൽ, പാകിസ്ഥാനിൽ ഇന്ന സാധനങ്ങൾ 5 ഫൈറ്റർ ജെറ്റുകൾ ഇതെല്ലാം നമ്മൾ അറ്റാക്ക് ചെയ്തു, അടിച്ചു വീഴ്ത്തി എന്നൊക്കെ പറഞ്ഞത്, അതിന് പല റീസൺസ് ഉണ്ട്. പൊളിറ്റിക്കൽ ഇന്റൻഷൻ, രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം, നിലവിൽ ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത്. അതായത് ഒരു യുദ്ധം വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൽ നടത്തിയ ചില സക്സസ്ഫുൾ അറ്റംപ്റ്റുകൾ നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാം, അതും കൂടി ഒരു രാജ്യസേവനമാണ് എന്ന് തന്നെയാണ് പുള്ളി കൂട്ടിച്ചേർക്കുന്നത്. അതായത് ഇന്ത്യ ഇപ്പം നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജ്, ആ സ്റ്റേജിൽ അമേരിക്ക പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ കുഷൻ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും പാകിസ്ഥാന്റെ ആർമി ചീഫിനെ തുടരെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തുകയും ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് വളരെ അനിവാര്യമാണ് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്ത ചില നേട്ടങ്ങൾ നമുക്ക് എണ്ണി പറയേണ്ടത് വളരെ അനിവാര്യമാണെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, എക്സ്പ്ലനേഷൻ കൺവിൻസബിൾ ആണ്. അതുപോലെ രാജ്നാഥ് സിംഗ് ഡൊണാൾഡ് ട്രംപിനെ ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വളർച്ചയിൽ ചിലർക്ക് താല്പര്യമില്ല, സബ്കെ ബോസ് അൺഎബിൾ ടു അക്സെപ്റ്റ് ഇന്ത്യസ് ഗ്രോത്ത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ വളർച്ചയിൽ പ്രത്യേകിച്ച് ട്രംപിന് താല്പര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പാട്രിയോട്ടിസം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്. രാജ്നാഥ് സിംഗ് എപ്പോഴും ഈ രീതിയിൽ എഫക്റ്റീവായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പുള്ളിയുടെ സംസാര ശൈലി തന്നെ അങ്ങനെയാണ്. ആ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെങ്കിലും ഇന്ത്യ മറ്റൊരു സൈഡിൽ കൂടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നെഗോസിയേഷന്റെ മാർഗങ്ങൾ തേടുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പല ലോബി ഏജൻസികൾ ഞാൻ പറയാനുള്ള കാര്യം, ട്രംപ് ഇലക്ഷൻ ജയിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളും അവരുടെ ലോബി ഏജൻസികളെ വെച്ച് ട്രംപിന്റെ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സംഭാവന നടത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകളും കൂടി പുറത്തു വരുന്നുണ്ട്. ഞാൻ അതിന്റെ ഓരോ രാജ്യങ്ങളും, ഈവൻ സൗത്ത് കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പേരൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഓരോ രാജ്യങ്ങളുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷെ നല്ല രീതിയിലുള്ള എമൗണ്ടുകൾ സംഭാവന നടത്തിയിട്ടുണ്ട്. ഈ സംഭാവന നടത്തിയ രാജ്യങ്ങൾക്കൊക്കെ ആദ്യം റെസിപ്രോക്കൽ താരിഫില് വലിയ രീതിയിലുള്ള താരിഫുകൾ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് അവർക്കുള്ള താരിഫുകൾ ഗണ്യമായ രീതിയിൽ കുറച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് അതിൽ വരുന്നുണ്ട്. ചില പർട്ടിക്കുലർ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതുപോലെ ഏഷ്യയിൽ സൗത്ത് കൊറിയ പോലത്തെ രാജ്യങ്ങൾ, ഇങ്ങനെ പേരെടുത്ത് പറയത്തക്ക രീതിയിലുള്ള ചില രാജ്യങ്ങൾ ഈ ഒരു നെഗോസിയേഷൻ മുൻകൂട്ടി തന്നെ കണ്ട് അതിലേക്കുള്ള സംഭാവനകൾ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടേതായിട്ടുള്ള US ഇന്ത്യ സ്ട്രാറ്റജിക്കൽ പാർട്ട്ണർഷിപ്പ് ഫോറം ത്രൂ പല നെഗോസിയേഷനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് പരാജയപ്പെട്ടു. പക്ഷെ അത് പരാജയപ്പെട്ടത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടാണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ബദൽ മൂവ് ആയിട്ട് നമ്മൾ അമേരിക്കയുടെ ഉള്ളിലുള്ള തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധമുള്ള ഒരു ലോബി ആയിട്ടുള്ള ഒരു കമ്പനിയെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കമ്പനിക്ക് നമ്മൾ ഏതാണ്ട് $3 ലക്ഷം ഇപ്പോൾ നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ വിഷയത്തിൽ നമ്മൾ ഏതാണ്ട് 2.1 മില്യൺ ഇതുവരെ ചെലവാക്കിയിട്ടുണ്ട് ഈ നെഗോസിയേഷന് വേണ്ടി മാത്രം. ഈ 2.1 മില്യൺ ഇലക്ഷന് മുമ്പ് തന്നെ ട്രംപിന്റെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് സംഭാവനയായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ത്യക്ക് ഒരു പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നാണ് പൊതുവിൽ നമുക്ക് ആ ഒരു വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ മുൻകൂട്ടി തന്നെ ആൾക്കാർ പലരും സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ താരിഫ് എന്നുള്ളത് സഡൻലി ട്രംപ് പ്രഖ്യാപിച്ച ഒരു സംഭവമല്ല. ഇതിനെക്കുറിച്ചുള്ള മുൻധാരണകൾ പലർക്കും ഉണ്ടായിരുന്നു. പല ലോബി അഡ്വൈസേഴ്സും ഇതിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ശരിക്കും ഇതിന്റെ പുറകിൽ ട്രംപിന് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടോ,
ഈ ലോബിയായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ, NGO ഓർഗനൈസേഷൻസ് പോലെ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഈ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പൈസ ആർക്ക് എത്തിക്കുന്നു, എവിടെയാണ് ഇത് പോകുന്നത്, US ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ് ഇതിന് പങ്കാളികൾ എന്നൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു കുട്ടൻസ് വെളിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് US ഇന്ത്യ സ്ട്രാറ്റജിക്കൽ പാർട്ട്ണർഷിപ്പ് ഫോറം തന്നെ ഏതാണ്ട് 1.8 മില്യൺ ആണ് ഇന്ത്യൻ ഗവൺമെന്റ് പേ ചെയ്തിരിക്കുന്നത് ഈ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്. അതായത് സ്ട്രാറ്റജിക് കൗൺസിൽ, ഇതിനകത്ത് ജസൻ മില്ലർ, ഈ ജസൻ മില്ലർ എന്ന് പറയുന്നത് ട്രംപിന്റെ അഡ്വൈസറാണ്, അഡ്വൈസറുകളിൽ ഒരാൾ. നമ്മൾ US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിലൂടെ ഇന്ത്യൻ ഗവൺമെന്റ് പേ ചെയ്ത എമൗണ്ടിൽ നല്ലൊരു ശതമാനം ഈ ജസൻ മില്ലർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ജസൻ മില്ലർ എന്ന് പറയുന്നത് ട്രംപിന്റെ അഡ്വൈസറി ടീമിലുള്ള ഒരാളാണ്. ഈ ജസൻ മില്ലർ പല രാജ്യങ്ങളുടെയും നെഗോസിയേഷൻസിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ ജസൻ മില്ലർക്ക് ടാക്ടിക്കൽ പ്ലാനിംഗ് ആൻഡ് ഗവൺമെന്റ് റിലേഷൻസ് അസിസ്റ്റൻസ്, ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഈ പൈസ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ പലരും ഇതേപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെക്കാളും വളരെ വളരെ കോംപ്ലിക്കേറ്റഡും അതുപോലെ തന്നെ കറപ്റ്റഡുമാണ് അവിടെയുള്ള സംവിധാനം. അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രീതിയിലാണ് അവിടുത്തെ പണത്തിന്റെ കളികൾ. ഇങ്ങനെ പല ചിൽബന്ദികളുണ്ട് ട്രംപിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് നെഗോസിയേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നേരെ ചൊവ്വയുള്ള മാർഗങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോളൂ. ഇതൊന്നും ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നേരെ ചൊവ്വ നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇന്ത്യക്ക് ചില കാര്യങ്ങൾ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തേ പറ്റൂ. ഒരു യമൻ ഫാമിലിയുമായിട്ട് ഇന്ത്യൻ ഫോറിൻ മിനിസ്ട്രിയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് $40,000 ഇന്ത്യൻ ഗവൺമെന്റ് മുടക്കിയത്. അപ്പൊ ഇതൊക്കെ ഏത് അക്കൗണ്ടിൽ വെക്കും ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഇതൊക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് മുടക്കുന്ന പൈസകളാണ്. അപ്പൊ ഈ $40,000 കൊടുത്താൽ മാത്രമേ വക്കീല് ആ ഫാമിലി ലിങ്ക് ചെയ്യുള്ളൂ. പിന്നെ ഫാമിലി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളും അവരാവശ്യപ്പെടുന്ന പൈസകൾ അതൊക്കെ വേറെയാണ്. അതിലുപരിയായിട്ട് അഡീഷണൽ ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഏരിയകളാണ്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ പല ഇൻഫ്ലുവൻഷ്യൽ വർക്കുകൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ പല രീതിയിലുള്ള ഫണ്ട് നമുക്ക് ചെലവാക്കേണ്ടി വരും. ആ സാഹചര്യം US ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാം. ജസൻ മില്ലർ ആരാണെന്നും അയാൾ ഇന്ത്യയുമായിട്ട് ചെയ്ത കരാർ എന്താണെന്നും ആ കരാറിൽ കൃത്യമായിട്ട് ഈ സ്ട്രാറ്റജിക് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവസാനം ട്രംപ് ഒരു 24 മണിക്കൂർ കൊണ്ട് ഇന്ത്യക്ക് താരിഫ് അടിച്ച് കൈ തന്നത്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നുമല്ല, ഈ പല സോഴ്സുകളിലൂടെ നമ്മൾ ശ്രമിക്കുന്നതൊക്കെ ഏതെങ്കിലും ഒരു പോസിബിലിറ്റി കിട്ടുമോ എന്നാണ്, അല്ലാതെ കൺഫേം ആയിട്ട് നമുക്ക് ഇന്നത് നടക്കും എന്നുള്ള രീതിയിലല്ല. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോകെ. തീർച്ചയായിട്ടും ഈ സംഘടനകൾ, ഇന്ത്യ ഏൽപ്പിച്ചിരിക്കുന്ന സംഘടനകൾ ഇന്ത്യയുടെ നെഗോസിയേഷൻ പോയിന്റുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതൊരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുന്ന പരിപാടിയല്ല. അപ്പൊ അതും കൂടി നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇന്ത്യ സ്റ്റിൽ നെഗോഷിയേറ്റിംഗ് വിത്ത് US ഗവൺമെന്റ് റിഗാർഡിംഗ് താരിഫ്. പാകിസ്ഥാൻ ആർമി ചീഫ് ബിക്കം ഫീൽഡ് മാർഷൽ, സ്വയമേ പ്രൊമോഷൻ കൊടുത്തതാണ് ഫീൽഡ് മാർഷലായിട്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ അവര് നിരുപാധികം പരാജയപ്പെട്ടതാണ് പാകിസ്ഥാൻ. എന്നിട്ട് അവർ ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ള രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടത്തിയത് പാകിസ്ഥാനുള്ളിൽ. ഇന്ത്യയുടെ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി അതിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് എന്ത് കാര്യത്തിനാണ് ഈ വിജയാഘോഷം നടത്തുന്നത്? ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ കാലം പിടിച്ച് യുദ്ധം എങ്ങനെയും നിർത്തണം എന്ന് പറഞ്ഞ് നിർത്തിപ്പിച്ചിട്ട് ഇപ്പൊ വിജയാഘോഷം. ഇതേപോലെ തന്നെയാണ് അവർ കാർഗിലും ആവർത്തിച്ചത്. കാർഗിൽ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ ഇത് വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ചിട്ട് ഇനി അറ്റാക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് കാല് പിടിച്ചത്. എന്നിട്ടാണ് വിജയാഘോഷം. കിഷ്ത്വാർ ദുൽ ഏരിയ ജമ്മു കാശ്മീരിലാണ്. അവിടെ ഇന്ത്യൻ ആർമിക്കും തീവ്രവാദികൾക്കും ഇടയിൽ ഗൺ ഫൈറ്റ്. ഇന്ത്യൻ ആർമിയുടെ ആർമി വൈറ്റ് നൈറ്റ് കോപ്സ് എന്ന് പറഞ്ഞുള്ള ടീമുണ്ട്. ആ ടീമാണ് ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടത്. ഇന്ത്യൻ ഇന്റലിജൻസിന്റെ വിവരം അനുസരിച്ചാണ് ആ ഭാഗത്ത് തീവ്രവാദികൾ തമ്പടിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരം കിട്ടിയതിനെ തുടർന്ന് ഇന്ത്യൻ ആർമി പോയി ഒരു ഓപ്പറേഷൻ നടത്തിയതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ മീറ്റിംഗിൽ പല നിർണായകമായിട്ടുള്ള ഡിഫൻസ് കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. അതിലൂടെ എഗ്രിമെന്റുകളും സൈൻ ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ടെക്നിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് കോപ്പറേഷൻ എന്നാണ് വിളിക്കുന്നത്. ആ രീതിയിലുള്ള എഗ്രിമെന്റുകളാണ് ഡ്രാഫ്റ്റ് ചെയ്ത് സൈൻ ചെയ്തത്. അതുപോലെ ത്രിപുര പോലീസ് ബംഗ്ലാദേശിൽ നിന്നും കുറച്ച് നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയിട്ടുണ്ട്. അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അഗർത്തല ഭാഗത്താണ് ഇവരെ പിടികൂടിയത്. അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലോട്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ 1700 ഇന്ത്യൻസ് കൂടി അമേരിക്കയുടെ സൈഡിൽ നിന്നും
ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ഏതാണ്ട് 15,564 ഇന്ത്യൻസിനെ അമേരിക്കയിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയ ട്രീറ്റ്മെന്റിനെ കുറിച്ച്, ഏത് രീതിയിലാണ് ഈ പോലീസ് അവരുടെ അടുത്ത് പെരുമാറിയത് എന്നതിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഇന്ത്യ നടത്തുന്നുണ്ട്. അതിന്റെ ഫയൽ റെക്കോർഡ് ഇന്ത്യ സൂക്ഷിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മിസ്ട്രീറ്റ്, മിസ്ബിഹേവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. പ്രത്യേകിച്ചും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. വളരെ നല്ല കാര്യമാണ്. അതിലുപരിയായിട്ട് ഇന്ത്യൻസിനുള്ള സ്റ്റുഡൻസ് വിസ ഇപ്പോഴും ഹാൾട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുവരെ അപ്രൂവൽ കൊടുക്കുന്നില്ല. അത് ഇപ്പോഴും ഡിലേഡ് കാറ്റഗറിയിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ട്രംപ് ഇന്ത്യക്ക് 50% താരിഫ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയിലുള്ള US കൗൺസിലേറ്റിൽ വിസയുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർവ്യൂ ചിലതൊക്കെ നടന്നെങ്കിലും ഇതുവരെ വിസ അപ്രൂവൽ ആക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിലുപരിയായിട്ട് ഇന്ത്യ ഇതേ നിലപാട് തുടരുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ സൈഡിൽ നിന്നും വേറെ പല രീതിയിലുള്ള അപ്രോച്ചസും ഇന്ത്യക്കെതിരെ നടത്തിയേക്കാം എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. വേറെ ചില നടപടികൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് IT ഫേമാണ്. IT ഫേമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മാർഗങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. IT ആണ് ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള അമേരിക്കയുമായിട്ടുള്ള അടുത്തൊരു സെക്ഷൻ. ആ സെക്ഷനിൽ എങ്ങനെ ഇടപെടൽ നടത്താം എന്ന് പല രീതിയിൽ കുരുട്ടുബുദ്ധികൾ ആലോചിച്ചിരിക്കുകയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയിൽ. ജമ്മു കാശ്മീരിൽ നിരവധി പേരുടെ വീടുകൾ ഇന്ത്യൻ ആർമി സെർച്ച് നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ലോക്കൽ പോലീസിന്റെ പ്രസൻസോട് കൂടിയാണ് ഈ ഒരു സെർച്ച് നടത്തുന്നത്. ഇവരൊക്കെ തന്നെ മിലിറ്റന്റ്, അതായത് തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന, തീവ്രവാദികൾക്ക് ഹെൽപ്പ്, അതായത് തീവ്രവാദികളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ള പ്രയർ ഇൻഫർമേഷൻസ് കിട്ടിയതിന്റെ പേരിൽ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വീടുകളാണ് സെർച്ച് ചെയ്തത്. പ്രത്യേകിച്ച് ഇവരെല്ലാം തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അവരുടെ വീടുകളാണ് സെർച്ച് ചെയ്തതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്തായാലും കുറെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.